സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ ഒരു സീനാണ് കാണുന്നത്. അധികം വൈകാതെ നടക്കും. അതിന് ശേഷം ഇവിടെ എന്ത് നടക്കുന്നു ആർക്കും അറിയില്ല. എനിക്ക് അതിൽ നിന്ന് ആരോ നോക്കുന്ന പോലെ ഇപ്പോൾ പെട്ടെന്ന് തോന്നി. എനിക്ക് നേരത്തെ അവിടെ നിന്ന് വരുമ്പോൾ തോന്നിയായിരുന്നോ? അപ്പോൾ ബാക്കിൽ കൂടെ എന്തോ പോലെ തോന്നിയോ? ചുമ്മാ പേടിപ്പിക്കാതെ പെട്ടെന്ന് സൈൻ ഓഫ് ചെയ്തിട്ട് പോവാം. സ്പോട്ട് വേണ്ട. പോകാനായിട്ട് ജോണിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഞാൻ. ഞങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയതാ. പക്ഷെ ഇപ്പോൾ ആളെ കാണാനില്ല. ജോൺ ജോൺ നമസ്കാരം ഗായ്സ്, വീണ്ടും വീക്കെൻഡ് ഹാബിറ്റ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, ഇന്നലെ കണ്ട അതേ ടീഷർട്ട് തന്നെ. ടീഷർട്ട്, പാൻറ്, ഷൂസ് എല്ലാം സെയിം ആണ്. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് വണ്ടി തണലത്തിട്ടു, കുറച്ച് നേരം റെസ്റ്റ് ചെയ്തു. അപ്പോൾ വെയിലാറിയിട്ട് ബാക്കി കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളിപ്പോൾ വന്നേക്കുന്ന ഗോസ്റ്റ് വില്ലേജ്. അത് സ്ഥലപ്പേര് പറയുവാണെങ്കിൽ അൽ ജസീറ അൽ ഹംറ. എനിക്ക് വായി കിട്ടുന്നില്ല, എനിക്കൊന്നും അത് തന്നെയാണെന്ന് തോന്നുന്നു. അതാ ഇവിടെ ബോർഡ് മൊത്തം കണ്ട അതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗോസ്റ്റ് വില്ലേജ് ആണ്. മീൻസ് ലഞ്ചേട്ടാ കണ്ടിന്യൂ. ഇവിടെ ഈ അൽ ജസീറ അൽ ഹംറ എന്ന് പറയുന്ന ഈ സ്ഥലം ആക്ച്വലി പണ്ട് ഇവിടെ ഒരു 1800s 1880 സംതിങ് ിലൊക്കെ ഇവിടെ കുറെ ആൾക്കാർ താമസിച്ചിരുന്നു. അന്ന് ഇവിടെ മെയിൻ ആയിട്ട് ഇവര് പേൾ ഫാമിങ്ങും അതും ഇതൊക്കെ ചെയ്തിട്ടാണ് ജീവിച്ചിരുന്നത്. അടുത്ത് തന്നെ ബീച്ചൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പേൾ ഫാമിംഗ് ഒക്കെ ചെയ്തിട്ട് ജീവിച്ചിരുന്നവരാ. പിന്നെ എന്തൊക്കെയോ പ്രശ്നങ്ങളോ എന്തൊക്കെയോ സീനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ ഇവിടുന്ന് ഈ ടോട്ടലി ഈ ഗ്രാമം മൊത്തത്തിൽ എല്ലാ കുടുംബങ്ങളും കൂടെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഏകദേശം 4000-ഓളം കുടുംബങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എല്ലാവരും കൂടെ ഇവിടെ ഉപേക്ഷിച്ച് അബുദാബിയിലെ ഏത് ഭാഗത്തൊക്കെ അങ്ങോട്ട് മാറി. സോ സാഡ്. അതിനുശേഷം ഇവിടെ എന്തൊക്കെയോ ഹോണ്ടഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, പ്രേതബാധയൊക്കെ ഉണ്ടെന്നൊക്കെയാണ് ഒരു സംസാരം. അപ്പോ അതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത. അപ്പൊ ഇനി എന്തൊക്കെ ഹോണ്ടഡ്നെസ് ആണ് കാണാൻ പോകുന്നതെന്ന് നമ്മൾ നോക്കട്ടെ. ഇപ്പൊ വരുന്ന വഴി ഫുള്ള് ഇങ്ങനെ ഓരോ പൊളിഞ്ഞു കിടക്കുന്ന വീട് ഇതൊക്കെയാണ്. ഞങ്ങളിപ്പോ കുറച്ച് അകത്തോട്ട് കയറി. അപ്പൊ അതിനുശേഷം ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്. ഞങ്ങളുടെ ബൈക്കിലാണോ കിടന്നത് അതുപോലെ തന്നെ കിടക്കുന്നത്. 2 ട്രക്കൊക്കെ വോൾവോടെ കൊണ്ടുവന്നിട്ടാന്ന് തോന്നുന്നു. ഇതൊക്കെ തൂക്കിയിട്ട നല്ല പൈസ കിട്ടും. ഞങ്ങൾ ഇനി അകത്തോട്ട് പോവാണ്. ഇനി അകത്തെ കാഴ്ചകൾ കാണാൻ. പ്രേതം ഞങ്ങളെ പിടിക്കുവോ, ഉമ്മ വെക്കുവോ, കടിക്കുവോ? അല്ലല്ലോ ചേട്ടാ, കടിക്കുവോ? വല്ല പെൺപ്രേതം ഉണ്ടെങ്കിൽ ഉമ്മ വെച്ചാലോ? ലെഞ്ചേട്ടൻ സിംഗിൾ ആണ്. ലെഞ്ചേട്ടൻ ഒരു പ്രതീക്ഷയിലാണ് നടന്നു പോകുന്നത്. അപ്പൊ ലെഞ്ചേട്ടൻ പറഞ്ഞൊക്കെയാണ് കാര്യങ്ങള്. ഞാൻ വിക്കിപീഡിയ നോക്കി, ഇതിന്റെ ചരിത്രം നോക്കി. അപ്പൊ എനിക്ക് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ ലെഞ്ചേട്ടനെ പഠിപ്പിച്ചു. ലെഞ്ചേട്ടാ പഠിച്ച് പറയണമെന്ന് പറഞ്ഞു. അങ്ങനാണ് ഇതിന്റെ ബൈക്കിലെ സംഭവം. ഏത് ലെഞ്ചേട്ടാ? ഓക്കെ, വെൽ ഡൺ. എല്ലാത്തിനും ഇങ്ങനെ പറഞ്ഞാൽ വളരെ ഉപകാരം. ഓക്കെ, അപ്പൊ നടന്നു നീക്കുകയാണ്. മനസ്സിലാവില്ലടാ. പിന്നെ എന്താണെങ്കിൽ മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഇവിടുത്തെ വിഷ്വൽസ് കാണിക്കാം. അപ്പൊ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. അവിടെ 2 ഉപേക്ഷിക്കപ്പെട്ട 2 വോൾവോ ട്രക്സ് ആണ് കാണുന്നത്. പൊളിഞ്ഞ ബിൽഡിങ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചുറ്റുമുള്ളൊരു സറൗണ്ടിങ്സ്. നമുക്ക് നോക്കിയാൽ ഫുള്ള് ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇവിടെ വല്ല വട്ടിക്കുഞ്ഞ പൂച്ചക്കുഞ്ഞ എല്ലാം ഉണ്ട്. നേരത്തെ ഒരു പൂച്ച ഓടിപ്പോന്ന് കണ്ടു. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ്, പ്രേതമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ രഞ്ചേട്ടാ, പോവാം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും നോക്കാം. കയറിക്കോ. അപ്പൊ ഞങ്ങൾ ആദ്യം കണ്ടൊരു ഇത് കയറി. ചെറിയ ചെറിയ വഴികളാണ് ഇതിനകത്ത് എല്ലാം. ഓ, അതിനകത്തൊക്കെ രാത്രി കയറി പെട്ടുപോകും അല്ലേ? അങ്ങനെ പെട്ടവനാണ്. ഇത് പ്രേതമുണ്ട്, ഇനി ആർക്കും ഈ ഗതി വരാതിരിക്കാനായിരിക്കും പറയുന്നത്. കുളത്തിന്റെ ഷേപ്പ് കണ്ടിട്ട് ചെറിയൊരു പേടിയൊക്കെ വരുന്നുണ്ട്. അത് പണ്ട് ഫാൻ തൂക്കിയിട്ട, പേടിക്കേണ്ട കാര്യമില്ല. തടി നമ്മുടെ പണ്ടത്തെ നമ്മുടെ നാട്ടിലൊക്കെ വീടായാലും ഈ ഒരു സെറ്റപ്പാണ്. ഇതെന്തിന്റെ പാടാണ്? ഏത്? അല്ല, എന്തിന്റെ പാടാണ് അത് അറിയില്ല. സൈഡിൽ കൂടെ അത് മറ്റേ
നമ്മൾ വരുന്ന വഴി കണ്ടില്ലായിരുന്നു, അതോ ആ കാൽപ്പാടാണ്. ഇനി വല്ല പ്രേത കുഞ്ഞുങ്ങളുടെ ആണോ? മദ്യപാനം? മദ്യപാനമല്ല, വെള്ളം മാത്രമേ. ഓ സോറി, ഞാൻ തെറ്റിദ്ധരിച്ചു. വെള്ളക്കുപ്പിയാണത്. 1800 ഇങ്ങനത്തെ കുപ്പിയൊക്കെ. ഞങ്ങൾ ഏതോ ഒരു ഇടവഴി കയറിയൊക്കെ ഇങ്ങനെ പോവുകയാണ്. നമുക്ക് ഇങ്ങോട്ട് വിട്ടാലോ? ഓക്കെ. ഐ തിങ്ക് അതൊരു മോസ്ക് ആണെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് പോയിനേക്കാം, അതെന്താന്ന് നമുക്കറിയില്ല. സോ ലെറ്റ്സ് സീ. രണ്ട് വഴിയുണ്ട്, നമുക്ക് ഇങ്ങനെയും പോവാം ഇങ്ങനെയും പോവാം. ഇത് എങ്ങോട്ടാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ലെഞ്ചേട്ടൻ പറഞ്ഞു നമുക്കിത് ഇങ്ങനെ പോകാമെന്ന്. അപ്പോൾ നമ്മത് ഇങ്ങനെ പോകുന്നു. വല്ല പട്ടിയുണ്ടോ? ഇതെങ്ങോട്ടാണ്? കിണർ. ഇത് പണ്ട് ആളെ കൊന്നിട്ട് താത്തുന്ന കണ്ടറിയത്തില്ലേ? ഇത് മറ്റേ മന്തി ഉണ്ടാക്കുന്ന കുഴിയാണ്. ഇത് കുഴിമന്തി ഉണ്ടാക്കുന്ന കുഴിയാന്നാണ് ലെഞ്ചേട്ടൻ അവകാശപ്പെടുന്നത്. ചളി പിടിച്ചത്. ഞാനത് അവകാശമാക്കി. ഏത് ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനി അങ്ങോട്ടാണ് അങ്ങോട്ട് വിടാം. താണ്ട് അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടോ? എനിക്കൊന്നും മണം അടിക്കുന്നില്ലല്ലോ. ഞാൻ നല്ല വേർതിരിക്കുന്ന എൻ്റെ മണം എനിക്ക് അടിക്കുന്നുണ്ട്. ഇപ്പൊ അതായിരിക്കും എനിക്ക് കിട്ടിയത്. ഇങ്ങോട്ടുള്ള വഴി വളരെ പ്രയാസമേറിയതും കഠിനവുമാണ്. ചാടി പോവും. നമ്മൾ അത് ടാർഗറ്റ് ചെയ്താണ് പോകുന്നത്. അതെന്താണെന്നറിയില്ല. ഒരു ഗസ് ഐ തിങ്ക് മോസ്കാന്നാണ് തോന്നുന്നത്. എന്തായാലും പോയി നോക്കാം. ഇവിടുന്നാണ് ഇപ്പോൾ ഞങ്ങൾ വന്നത്. ഒരു സൈഡിൽ പച്ചപ്പ് കാണാം, ഒരു സൈഡിൽ ഉണക്ക് കാണാം. എന്താണ് ഇതിങ്ങനെ? എവിടാണ് പ്രേതം? ചുമ്മാ ആളെ പറ്റിക്കാൻ. ശരിയാ, പ്രേതം രാത്രിയിലേ വരത്തുള്ളൂ, ഇപ്പം കാണത്തില്ല. ഞങ്ങളൊരു ഇരുട്ടുന്നോടം വരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാണ്. ഓ ഗായ്സ്, നോക്കൂ തൂങ്ങിച്ചത്ത കയർ. ഇത് എനിക്ക് തോന്നുന്നു. സോറി ഗായ്സ്, ഇതെന്തോ കെട്ടിവെച്ച കയറാണ്. ഞാൻ ഇപ്പൊ വീണാണ്. മദ്യം സ്പോട്ടഡ്, മദ്യക്കുപ്പി സ്പോട്ടഡ്. നെപ്പോളിയൻ വർഷങ്ങൾ പഴക്കമുള്ളതാന്ന് തോന്നുന്നു. ഇതാണ് ഇതിന്റെ അകത്തെ അവസ്ഥ. തോലപ്പടക്കം പോലുണ്ട് ആദ്യം. ഈന്തപ്പഴം അത് തൂക്കിയിട്ട് വിറ്റിരുന്ന കടയാണെന്ന് തോന്നുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഷോപ്പാണെന്നാണ് വീണ്ടും ലെഞ്ചേട്ടൻ അവകാശപ്പെടുന്നു. പക്ഷെ അത് വളരെ തെറ്റാണ്. വെറുതെ എന്തേലുമൊക്കെ പറയട്ടെ. ഇതൊരു മാർക്കറ്റ് ആയിരുന്നല്ലോ. വീണ്ടും ലെഞ്ചേട്ടൻ അവകാശപ്പെടുന്നു ഇതൊരു മാർക്കറ്റ് ആയിരുന്നെന്ന്. തമ്പുരാൻ അറിയാം. ഇതിൻ്റെ പെടലിയിൽ എന്തോ ഒരു സ്ക്രാച്ച് പോലെ. പറയുന്ന വില മാന്തിയതാണോ? എന്തെങ്കിലും പാടുകളുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഐ ഡോണ്ട് സീ. അത് ഇൻവിസിബിളാ, പ്രേതമല്ലേ? ചെറിയൊരു മാർക്കുണ്ട്. അടിപൊളി. അപ്പം എന്നെ പ്രേതം മാന്തി. അപ്പോൾ നമുക്ക് ഈ വഴി പിടിക്കാം. ഈ വഴി പിടിച്ച് അതിൻ്റെ അടുത്തോട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ അധികം വൈകാതെ ഇവരുടെ പേൾ ഫാമിംഗ് സെൻ്റർ ഒക്കെ കാണാൻ പറ്റുമെന്നാണ്. ബീച്ച് അടുത്ത് എത്താറായിട്ടുണ്ട്. പറയുന്നതൊക്കെ കണ്ടാൽ മതി കേട്ടോ, എൻ്റെ നാണക്കേട് എനിക്ക്. പൊട്ടിപ്പൊളിഞ്ഞ ഒരു പഴയ മോസ്കാണ് കാണുന്നത്. മാസ്ക് എന്നൊക്കെ ഞാൻ പറയുന്നത്. കോവിഡ് വന്ന് മോസ്ക് അല്ല, മാസ്ക് ആയിപ്പോയി. നമ്മള് കേറുമ്പോ അങ്ങനെ ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ എത്തി. ഇപ്പൊ തന്നെ വിണ്ട് കയറി കിടന്നു. നമുക്ക് കേറി നോക്കിയാലോ? ഹൈറ്റൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊക്കെ ഇടിഞ്ഞു പൊളിയുമോ എന്ന് എനിക്കറിയില്ല. മൊത്തത്തിൽ ഒരു ആരോഗ്യമില്ലാത്ത സ്ഥിതിയിലാണ്. ഓ, അങ്ങനത്തെ വെന്റിലേഷനൊക്കെ കണ്ടോ? എന്തായാലും അതിൻ്റെ ഡിസൈൻ എനിക്കിഷ്ടമായി. അങ്ങനെ നമ്മൾ ഈ കവാടം കയറുകയാണ്. ടൈൽസ് ഇട്ട ഫ്ലോറൊക്കെ ഉണ്ട് കേട്ടോ. എന്തായിരുന്നു എന്ന് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. മേ ബി ടോയ്ലറ്റ് ആയിരിക്കാം. ഓക്കെ, കാല് കഴുകുന്ന സ്ഥലം. മോസ്ക് എവിടെ? ഓഹ്, പേടിപ്പിച്ചു. എനിക്ക് സൗണ്ട് ഇതിനകത്ത് നിന്ന് വന്നതായിട്ട് തോന്നി. ഇതിലാണോ നീ കയറാൻ പോകുന്നത്? അടിപൊളി. ഞാൻ ആ ശ്രമം ഉപേക്ഷിച്ചു. ഇതിന്റെ കോലം കണ്ടാൽ കേറാൻ തോന്നുന്നില്ല. ഇത് ആടി കളിക്കുക. പിന്നെ ഒരെണ്ണം ബ്രോക്കൺ സ്റ്റെപ്പാണ്. ഇതിലാണ് നേരത്തെ കേറാന്ന് പറഞ്ഞത്. ഇത് എവിടെ അറ്റാച്ച്ഡ് പോലും അല്ല. അത് ഞാൻ തിരിച്ചെടുത്തിരിക്കുന്ന ആ വാക്ക്. പിന്നെ ഇനി കയറുന്ന എന്റെ സമയം വളരെ നല്ലതായതുകൊണ്ട് ഇത് പൊളിഞ്ഞു വീഴാനും സാധ്യത ഇருக்கு. പക്ഷേ ലാസ്റ്റ് വേണ്ടാന്നുള്ള തീരുമാനത്തിലെത്തി. ഞാനിപ്പോ ഇറങ്ങിയിട്ട് അതെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമായിരുന്നു. ആക്ച്വലി അത് പക്ഷേ ഞാൻ കേറിയിട്ട് ഇറങ്ങി എന്നാണ് ഉദ്ദേശിച്ചത്. കേറുകയാണെങ്കിൽ ഇത്രയും കയറണം. രണ്ടാമത്തെ സ്റ്റെപ്പ് തന്നെ ശരിയല്ല. എങ്ങനെ കയറും? ഇതിപ്പോ പൊളിഞ്ഞു വീണ നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഡെഡ്. ഇത്രയും ദുരന്തം. ഹായ്.
ദുരന്തം എന്നും എൻ്റെ ഒരു weakness ആണ്. ഞാൻ നേരത്തെ നീ എന്നെ വിളിച്ചപ്പോ ഞാൻ ഇതിനകത്ത് നിന്ന് സൗണ്ട് കേട്ടത്. എനിക്ക് പെട്ടെന്ന് ആ പ്രേതത്തിന്റെ ഒരു ഫീൽ കിട്ടി. ഞാനും ചാടണോ ഇത്? അയ്യോ ഫോൺ പോയനെ. ഇല്ല, അത് ഇങ്ങനെ പോയതാ. ഓക്കെ, ക്യാമറമാൻ ചാടുവാണല്ലോ. അങ്ങനെ ചാടുവാണല്ലോ, ക്യാമറയും ചാടട്ടെ. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. കൊള്ളാം. എന്തായാലും എൻ്റെ അകത്തോട്ടൊന്ന് കയറി നോക്കാം. വാവ്, അവിടുന്ന് ഇത് കാറ്റ് അടിക്കുന്നുണ്ടോ? ഇത് കുറച്ച് മോഡേൺ ഫാമിലിയുടെ ആയിരുന്നു തോന്നുന്നു. ഇവിടെ ഒരു സ്റ്റിക്കർ വർക്കൊക്കെ കണ്ടോ? ഇതോ ഗേളിന്റെ റൂമാണെന്ന് എനിക്കൊരു സംശയം. മുതലാളിയുടെ മോളുടെ വീടായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ പൂക്കളും കായ്ക്കളും ഒന്നും സ്പോട്ട് ചെയ്യില്ലല്ലോ. എന്തെങ്കിലും ബ്യൂട്ടി പാർലർ പോലത്തെ ആവാം, ആവാതിരിക്കാം. എന്തായാലും ചേട്ടാ പേടിക്കുന്നേ? ധൈര്യമായിട്ട് പൊക്കോളൂ. ഓ, വെറുതെ പേടിപ്പിക്കാതെ, അതിനകത്തൊന്നും ഇല്ലല്ലോ. വെറുതെ ആളെ പേടിപ്പിക്കാം. ഫ്യൂസ് അടിച്ചു പോയി ഗൈസ്. ഇത് മറ്റൊരു മുറിയാണ്. ഓ, അതിനുണ്ടെങ്കിൽ കിളി കൂട് വെച്ചേക്കാൻ തോന്നുന്നു. കണ്ടോ? വാവ്, കക്കൂസ്. വാവ്, ദുബായിലെ ഇന്ത്യൻ ക്ലോസറ്റ്. വർഷങ്ങൾ പഴക്കമുള്ള ക്ലോസറ്റ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. യു സി വാട്ട് ഐ സി. പൈപ്പിന്റെ കണക്ഷൻസ്. പേടിക്കേണ്ട, വെള്ളമൊന്നും കാണത്തില്ല. ഇത് എന്നാ വലിയ ഹൈറ്റ് ഇതിനല്ലേ? അല്ലേ, എന്നാ വലിയ ഹൈറ്റ്? ഇത്ര ഹൈറ്റ് ഒക്കെ വേണം ഒരു കക്കൂസായ. ഇതാണ് ഇവിടുത്തെ പോർട്ട്, കടൽ. കുറച്ച് മോഡേണൈസ് ചെയ്തിട്ടുണ്ട്. പോർട്ട് ആക്റ്റീവ് ആണ്, വില്ലേജ് ഇന്നാക്റ്റീവ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, ഒരു ഗസ് മാത്രമാണ്. ഇവിടെ ആയിരിക്കും അവർ പേൾ ഫാമിങ്ങിൻ്റെ ഏരിയ ആണ് ഇത്. ഇവിടെ ഉള്ള പണ്ടത്തെ ആൾക്കാരൊക്കെ അതായിരുന്നു ഇവിടെ പണ്ടത്തെ ആൾക്കാർ ഒരു തൊഴിൽ ആയിരുന്നു ഈ പേൾ ഫിഷിങ്. അപ്പോൾ അത് ഇവിടെ ആയിരുന്നു. ആ, എൻ്റെ ബാക്കിലൊരു ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ കൂർത്തിരിക്കുന്നു. യു സി യാ. ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ മണ്ടയ്ക്കൂ എന്നൊക്കെ കാണിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ഡ്രോൺ ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ നടക്കുന്ന കാൽനടയായിട്ടുള്ള വീഡിയോ ആൾക്കാർ കണ്ട് സഹകരിക്കുക. ഇതൊക്കെ മറ്റേ ഐറ്റമാണോ? കണ്ടിട്ട് മറ്റേ ഈ കടലിൽ നിന്ന് കിട്ടത്തില്ലേ? ഇത് എന്തോ വെച്ച് ഉണ്ടാക്കിയേക്കുന്ന മണ്ണോ? ഇത് എന്തോ ഒരു ഐറ്റമാണ്. എന്താണെന്നറിയാത്തത് കൊണ്ട് എനിക്കറിയില്ല. അറിയാവുന്നവർ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇതും അങ്ങനെ എന്തോ ഒന്നാണ്. യെസ്, യു ആർ വെരി വെരി റൈറ്റ്. മുകളിൽ നിന്ന് പൊളിഞ്ഞ് കിടക്കുന്നതാണ് താഴെ കിടക്കുന്നത്. ഞാൻ എന്തൊരു മണ്ടനാണ്. വലിയ മതിലാണല്ലോ. നമ്മളിപ്പോൾ ഇതിൻ്റെ അപ്പുറം എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ലെറ്റ്സ് സീ വാട്ട്സ് ഇൻസൈഡ്. നോക്കൂ, മറ്റൊരു പൊളിഞ്ഞ കെട്ടിടം. അങ്ങോട്ട് കയറാൻ പറ്റുമോ? ഓ നോ, അടച്ചിട്ടേക്കുവാണല്ലോ, ലോക്ക്ഡാണ്. നമുക്കതിൽ ഉള്ളിൽ എന്താണെന്ന് സെൽഫി സ്റ്റിക്ക് പൊക്കി വെച്ച് നോക്കാം. ഇത് എന്തോ ഒരു ഐറ്റമാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ അവിടെ ആരും ഇല്ല. കുറച്ച് ടൈമിങ് മാറിപ്പോയി. ചാടി പൊങ്ങി നോക്കുന്നു. പ്രായല്ലേ ചേട്ടാ? ഞാൻ നോക്കിയത്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്ന് അടുത്തൊരു പഴയ പൊളിഞ്ഞ ബിൽഡിങ്ങിൽ കയറിയിരിക്കുകയാണ്. അതിനകത്ത് അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ട്. എഗെയിൻ എനിക്ക് ഓർമ്മ വരുന്നത് ഈ വീടൊക്കെ മേടിക്കാൻ നേരത്ത് വീട് കാണാൻ പോകുന്നതാ. ശരിയാ. അവിടെ മൊത്തം സിമെന്റ്. ആ റൂമിൽ ഫുള്ള് സിമെന്റ് ചാക്ക. മെയിൻ വല്ലാത്ത മെയിൻ കിളിക്കൂടുകളാണ് അതിന്റെ മുകളിൽ. കിളിക്കൂട്. വീണ്ടും ചെറിയൊരു ഇടനാഴിയിലൂടെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. എന്താണ് വല്ലാത്തൊരു ഭയങ്കര കാര്യമായിട്ട് പണിത് വെച്ചിരിക്കുന്ന ഒരു സാധനം. എനിക്കും അങ്ങനെ ഒരു ഫീല് തോന്നി. ആ ഗ്രില്ലും അതൊക്കെ കണ്ടോ അവിടെ? പിന്നെ അത് ജനലിന്റെ ഗ്രില്ലാണെന്ന് അവിടെ കണ്ടപ്പോൾ മനസ്സിലായി. ചന്തക്ക് ഇത്ര ഒരു സ്ട്രെങ്ത്, സെക്യൂരിറ്റി ഒക്കെ, ഇത്ര വലിയ വാളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു വാച്ച് ടവർ പോലൊരു സാധനം അവിടെയും. അതുപോലെ ഇങ്ങനെ രണ്ട് സാധനം. പൈപ്പൊക്കെ ഉണ്ട്. പുറത്തേത് കണ്ടോ? ഫേക്ക് ചുരണ്ടി നോക്കിയേ. ഇതിന്റെ അകത്തേത് കണ്ടോ? സിമെന്റ് ആണ്. അതിന് പുറത്ത് ഇത് നല്ല സ്ട്രോങ് ആണ്. അത് മണ്ടയ്ക്ക് നോക്കുമ്പോ കാണാൻ പറ്റും സ്ട്രോങ് ആണ്. മണ്ടക്കോട്ട് നോക്കിയേ. ഞാൻ ഉദ്ദേശിച്ചത് ഈ ഇതില്ലേ, ആ ലെയർ.
യെസ് അവിടെ സ്ക്രാച്ച് ചെയ്ത് കളയാനത്ര എളുപ്പമല്ല. യെസ്. നമ്മൾ അവിടെ ഒരു ടാങ്ക് കാണുന്നു. ദാറ്റ് മീൻസ് ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഇവിടെ എന്തോ കട്ടകളൊക്കെ കാണുന്നു. എന്താണെന്നറിയില്ല. ആ സിമെന്റിന്റെ ലെയറാണ്. സിമെന്റ് ടെസ്റ്ററാ. കോലം കണ്ട ഇപ്പൊ അങ്ങനെ ആയി. സിമെന്റ് പണിക്കാരൻ. നമുക്ക് മുന്നോട്ട് നീങ്ങാം. വർഷങ്ങൾ പഴക്കമുള്ള സോഫ കം ബെഡാണ് നമ്മൾ കാണുന്നത്. കണ്ടിട്ട് ഏതോ അറബിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടിട്ടത് പോലെ ഉണ്ട്. അറബി സ്റ്റൈലാണ് ഈ കാണുന്നത്. സൈറ്റ് അണ്ടർ റീസ്റ്റോറേഷൻ മീൻസ് പുതുക്കുന്നു. ഓക്കെ, സൈറ്റ് പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്തോ ഒരു പുതിയത് പണിയാണ്. പണിത് അതുപോലെ ആക്കി വെക്കാൻ അവരുടെ ഉദ്ദേശം. അതാകുമ്പോ എളുപ്പമുണ്ട്, ഇങ്ങനെ പണിയാൻ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. അത് കണ്ടോ, അതേ കൂടെ ഇങ്ങനെ വര ഇട്ടേക്കുന്നത് കണ്ടോ. അപ്പൊ അവിടെ ഇത് പിടിക്കാൻ വേണ്ടി. യെസ്, സോ ദാറ്റ് മീൻസ് ദേ ആർ കൺസ്ട്രക്ടിങ് ദിസ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും പുതിയ ബിൽഡിങ്ങുകൾ. ഇതൊക്കെ പുതിയതാണ്. ഇപ്പൊ നമ്മൾ കയറി ഇത് പുതിയതാണ്. അതേസമയം പഴയത് അതൊക്കെ പഴയതാണ്. യെസ്, ആദ്യം കയറി കുറേ എണ്ണമെല്ലാം പഴയതാണ്. നമ്മളിപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങനെ നടന്നു വരുമ്പോൾ കാഴ്ചയാണിത്. അവിടെ ആ കാണുന്ന കടലാണ്. അവിടെ കുറേ ക്യാമ്പർ മറ്റേൻ്റെ പേരെന്നായിരുന്നു, ഹാർവീസ് കിടപ്പുണ്ട്. മീൻസ് നമ്മുടെ ഈ വണ്ടിയിൽ തന്നെ താമസിച്ച് റൈഡ് അടിക്കുന്ന സെറ്റപ്പിലുള്ള സ്കീം അത് അവിടെ കിടപ്പുണ്ട്. ഇതും അവിടെ ആയിട്ട് ഞങ്ങളിപ്പോൾ വേറൊരു ഇവിടെ കുറേ ടൂറിസ്റ്റുകൾ കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വന്ന് പോവുകയാണ്. വേറൊരു സെറ്റ് ഓഫ് പഴയ ബിൽഡിങ്ങുകൾ അവിടെ ഉണ്ട്. യെസ്, അവിടുത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. എനിക്കൊന്നും അത് കല്ലൂടെ ചാടി അപ്പോൾ അവിടെ ബീച്ച് എത്തുമെന്ന് തോന്നുന്നു. അങ്ങോട്ട് പോകാൻ പറ്റില്ല, അത് അടച്ചിട്ടേക്കുമല്ലേ. നൈസ് അല്ലേ, ഇത് കൊള്ളാം അല്ലേ. ഒറിജിനലാണെന്ന് തോന്നുന്നു. ഇത് ഒറിജിനലാണ്, ചിലതൊക്കെ ഫേക്കാണ്. ഇതേ പണ്ടത്തെ മറ്റേ വീടിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ ഇതേ മറ്റേ ഐറ്റം. ഇതിനകത്ത് നോക്കിയാലോ, ഇതിനകത്തൊന്ന് കയറിയാലോ. ഓ മണ്ടക്കോട്ട് നോക്കിയേ. ഞാനിപ്പോ പയ്യെ സ്കൂട്ടാവും. എൻ്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒക്കെ ഓർത്ത് നിന്നോ. എടുത്തോ, പോസ് മാറ്റാം. എടുത്തോ. ഒരു ചൂട് ചായ കുടിക്കാൻ തോന്നില്ലേ? ചൂട് ചായ കുടിക്കണം. ഓൾറെഡി വേർത്ത് കുളിക്കുന്നുണ്ട്. നല്ലൊരു ഓപ്ഷനാണ്, ചിന്തിക്കാനേ ഉള്ളൂ. നമുക്കിനി ഇതിൽ കയറാം ഗായ്സ്. ഇതിൽ കയറാന്നാണ് പറയുന്നത്. ഇത് കണ്ടിട്ട് കയറി നോക്കാൻ തോന്നുന്നുണ്ട്. എന്താണെന്ന് നോക്കട്ടെ. I found something. Let's follow. ഇതെന്താണ്? ഇതാണ് കരടിപ്പൂടയാണ് ഈ കാണുന്നത്. കരടിപ്പൂട വെച്ച് ഉണ്ടാക്കിയ കമ്പിളിയാണ്. അങ്ങനെയൊക്കെ പറയണോ? ഇത് വല്ല ആടിന്റെ ആയിരിക്കും. എന്തായാലും ഒറിജിനൽ പൂളാണ്. ചെന്നായുടെ അല്ലാണോ? നമ്മൾ എക്സ്പോർട്ട് അല്ല, അപ്പൊ നമ്മള് പറഞ്ഞ പൊട്ടത്തരാവോ ശരിയാവോ നമുക്കറിയില്ല. എന്തായാലും ഇത് നിൽക്കാനേ നല്ല സുഖമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ്, നല്ല പൊടി പറക്കുന്നത്. എത്ര വർഷമായിട്ട് കിടക്കുന്നതായിരിക്കും. അല്ല, ഇതെല്ലാം ഗോസ്റ്റിന്റെ പണിയാണോ എന്ന് ചോദിക്കുകയായിരുന്നു. സാധാരണ ഈ സിനിമയിലൊക്കെ ഗോസ്റ്റ് ഇത്തരം പണികളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഗോസ്റ്റിന്റെ ആഫ്റ്റർ എഫക്ട്സ്, കിടക്ക വലിച്ചീറ, തലേണ വലിച്ചീറലൊക്കെ ഗോസ്റ്റിന്റെ പണിയാണല്ലോ. കുഴി, ഇതും കുഴിമന്തി ഉണ്ടാക്കുന്ന സെപ്റ്റിക് ടാങ്ക്. എൻ്റെ അകത്തോട്ട് നേർ നോക്കാം എന്താന്ന് വിളിക്കാം. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറി എന്താ നോക്കിയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത്രയധികം കക്കൂസ് ഉണ്ടാകുമ്പോ നാച്ചുറലി ദിസ് ഇസ് സെപ്റ്റിക് ടാങ്ക്. എന്താ അത്? ഓ, സൗണ്ട് കേട്ട് പേടി വന്നത്. അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും കൂടെ ഒക്കെ വീഴുവോ? ഗോസ്റ്റ് എഫക്ട് അതൊക്കെ ഉണ്ടോ? തലയിൽ വീഴാതെ നോക്കണം. കക്കൂസ്, നെക്സ്റ്റ് കക്കൂസ്. This area is full of കക്കൂസ്, but wait. Next കക്കൂസ് spotted. Metta spotted. Wow. ബാത്ടബ് ഒക്കെയോ? ബാത്ടബ് മീൻസ് ചെറിയൊരു ഇത് കുറച്ച് മോഡേൺ ആണ്. ഏതാ? കറണ്ട് എടുക്കണ. ഓ, അത് തന്നെ. ഓ, പണ്ടത്തെ സെറ്റപ്പ് ഇങ്ങനെ അങ്ങനെയായിരുന്നു അല്ലേ? കൊള്ളാമല്ലോ. എന്നാ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരുന്നു. വീടിന്റെ മതിലല്ല, വീടിന്റെ ഭിത്തിയല്ല പോസ്റ്റ്. അതെ, വെറുതെ അല്ല ആൾക്കാരുടെ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്.
ഇവിടെ ഇങ്ങനെ കുറെ കൂട്ടുകാരുണ്ട്. കടിച്ച പണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. വല്ലാത്തൊരു വേദനയാണ് എൻ്റെ. പുല്ലുകൾ തേക്കുന്നു, മരം. പക്ഷേ നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല, അത് ലോക്ക്ഡാണ്. സമയം ഇരുട്ടി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ നേരത്തെ അപ്പുറത്തെ സൈഡായിരുന്നു, ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നേക്കുവാണ്. എനിക്ക് അതിൽ നിന്ന് ആരോ നോക്കുന്ന പോലെ ഇപ്പോൾ പെട്ടെന്ന് നേരത്തെ അവിടുന്ന് വരുമ്പോൾ തോന്നിയായിരുന്നോ? അതാണ് എനിക്കൊന്ന് ഗോസ്റ്റിന് രാത്രി ഇരിക്കാനുള്ള സോഫയായിരിക്കും അത് സെറ്റ് ചെയ്തേക്കുന്നത്. അവിടുന്ന് ആരോ എനിക്ക് നോക്കിയ പോലെ തോന്നി കേട്ടോ. ഇനി നമ്മുടെ തോന്നലാണോ എന്നൊന്നും അറിയില്ല. ഫോൺ ഇട്ട് നോക്കണോ അതിനകത്തൂടെ? വേണോ? അത് വേണം. വേണ്ടല്ലേ? ഇനി പ്രേതം പിടിച്ചുകൊണ്ട് പോയാലോ? റിസ്കിന് മുതിരുന്നില്ല. ചേട്ടാ വിട്ടാലോ? സൈൻ ഓഫ് പറഞ്ഞാലോ? ബാക്കിൽ കൂടെ എന്തോ പോലെ തോന്നിയോ? ചുമ്മാ പേടിപ്പിക്കാതെ പെട്ടെന്ന് സൈൻ ഓഫ് ചെയ്തിട്ട് പോവാം. ഈ സ്പോട്ട് വേണ്ട, വേറെ എവിടെയെങ്കിലും പോയി സൈൻ ഓഫ് പറയാം. ശരിയായിട്ട് ഇരുട്ടായപ്പോൾ ചെറിയൊരു ഭീകരത തോന്നുന്നുണ്ട് കേട്ടോ. അല്ലേ, നമ്മുടെ വഴി തെറ്റിയെന്ന് തോന്നുന്നല്ലേ? വണ്ടി എവിടെ? ഇതിലൂടെ വന്നേ? ആ വഴിയല്ല, അങ്ങോട്ട് വഴിയില്ല. അപ്പോൾ ഇതായിരിക്കും അല്ലേ? ഓ ഇത് നോക്കി, വെട്ടം പോയപ്പോൾ ഉള്ള അവസ്ഥ ഉണ്ടോ? ഓ മാൻ, ഡാർക്ക്. ഓ അതിലാരോ ആരോ. ശരിക്കുവേ ഞാനിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ മാറ്റുമ്പോൾ ശരിക്കും ഇനി ക്യാമറയിൽ കിട്ടിയാലോ? ആക്ച്വലി അവിടെ വെറുതെ മനുഷ്യനാണെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കാർ കിട്ടി. ആ കിടപ്പ് കണ്ടില്ല എഡ്ജിൻ്റെ. അപ്പോൾ ഞങ്ങൾ എന്തായാലും നടന്നു കഴിഞ്ഞു വന്നു, തിരിച്ച് വണ്ടിയുടെ അടുത്തെത്തി. ഇത് വണ്ടിയുടെ വെളിച്ചമാണ്. ഇവിടെ ലൈറ്റ് എല്ലാം പോയി. ലൈറ്റ് പോയപ്പോഴാണ് ഇവിടുത്തെ ഒരു ഭീകരത വന്നത്. അല്ലല്ലോ ലെഞ്ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. വന്ന് ഇറങ്ങിയ സമയത്ത് നല്ല വെയിലായതുകൊണ്ട് കുറെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടു. പക്ഷെ ആ ഒരു എന്താ പറയാ, ഗോസ്റ്റ് വില്ലേജ് എന്നുള്ളൊരു മൂഡൊന്നും വന്നില്ല. ഇപ്പൊ ചെറുതായിട്ട് വരുന്നില്ലേ? ഇപ്പോ മൊത്തത്തിൽ ഇവിടെ ആരുമില്ല. അങ്ങോട്ട് പോയി വെട്ടവില്ല. ഇതിപ്പോ കാറിന്റെ ലൈറ്റാണ് അങ്ങോട്ടൊക്കെ അടിക്കുന്നത്. ഞങ്ങളുടെ ഷാഡോ കണ്ടില്ലേ? ഓക്കെ, അപ്പൊ അതാണ് അവസ്ഥ. പിന്നെന്താണ്, എനിക്ക് നല്ല തലവേദന എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. വാട്ട് യു തിങ്ക്? യു ഹാവ് എനിത്തിങ്? മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ നല്ല വേദനയുണ്ട്. കാരണം ഭയങ്കര ഒരു ദിവസമായിരുന്നു. ഈ വീഡിയോ ഷൂട്ട് ചെയ്തതിന്റെ രാവിലെയാണ് ഞങ്ങൾ മറ്റേ റെയിൻബോ ക്യാനിയോൺ അങ്ങോട്ട് പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് റെസ്റ്റ് എന്നല്ല, ഒരു ഫുഡ് കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ട് വന്നു. ഈ വീഡിയോ എടുത്തു. ഇതേ ഞങ്ങളുടെ കോലമൊക്കെ കണ്ടില്ലേ? ഞാൻ കറുത്ത് കരി വളച്ചിരിക്കണം. ലെഞ്ചേട്ടനും കറുത്ത് തന്നെ ഇരിക്കുന്നത്, വെളുത്തിട്ടൊന്നും ഇല്ല. അവിടെ ഞങ്ങള് കൈ കഴുകാൻ കയറിയപ്പോൾ പുള്ളി അവിടെ കുളിക്കുമായിരുന്നു. തോർത്തില്ലാതെ ഇപ്പം എല്ലാവരും അത് നടത്തിയാനേ. ഓക്കെ, അപ്പോൾ അതൊക്കെയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ ഏത് ലെഞ്ചേട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. അപ്പോൾ ജോണേ നമുക്ക് പോവാം.